ഹലോ ഗായ്സ്, പുതിയൊരു MS വേർഡിൻ്റെ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നിവിടെ പഠിപ്പിക്കാൻ പോകുന്നത് റാപ്പ് ടെസ്റ്റിനെ കുറിച്ചാണ്. അതിനായി ഇൻസേർട്ടിൽ നിന്ന് ഒരു പിക്ചർ എടുക്കുന്നു. ഈ പിക്ചർ നമുക്ക് എല്ലായിടത്തും നീക്കാനൊന്നും ആവുന്നില്ല. സൈസൊക്കെ വർദ്ധിപ്പിക്കാം, പക്ഷെ എല്ലായിടത്തും നീക്കാനൊന്നും ആവുന്നില്ല ഇത്. അതിനായി നമ്മൾ റാപ്പ് ടെസ്റ്റ് ഉപയോഗിക്കുന്നു. റാപ്പ് ടെസ്റ്റിൽ ത്രൂവിൽ പോയി ക്ലിക്ക് ചെയ്താൽ അത് ഏത് ദിശയിലേക്കാണോ വേണ്ടത് അങ്ങ് വരുന്നതാണ്. റാപ്പ് ടെസ്റ്റ് ഉപയോഗിച്ച് ഒരു സെന്റൻസ്, ഒരു പാരഗ്രാഫ് കൊടുക്കാം. ഒരു പാരഗ്രാഫ് കൊടുത്താൽ അതിൻ്റെ അടിയിലായി വരുന്നത് കാണാം. അതിൻ്റെ അടിയിലൊക്കെയായി കൃത്യമായി വരുന്നത് കാണാം. റാപ്പ് ടെസ്റ്റ് ഉപയോഗിക്കുന്നതുകൊണ്ടുള്ള നേട്ടം ഇതാണ്: നമുക്ക് ഏത് സ്ഥലത്ത് വേണമെങ്കിലും പിക്ചർ ഇൻസേർട്ട് ചെയ്യാവുന്നതാണ്. അതിൻ്റെ ക്രമത്തിലാണ് ടെസ്റ്റുകൾ വരിക. അതിൽ തന്നെ പിക്ചർ ഫോർമാറ്റിൽ നമുക്ക് ആവശ്യമുള്ള പിക്ചർ ആവശ്യമുള്ള സ്റ്റൈലിൽ കൊടുക്കാവുന്നതാണ്. പിക്ചർ ബോർഡറൊക്കെ മാറ്റി കൊടുക്കാവുന്നതാണ്. പിക്ചർ ബോർഡർ മാറ്റാവുന്നതാണ്. പിക്ചർ ഇഫക്റ്റ് മാറ്റാവുന്നതാണ്. ഷാഡോ കൊടുക്കാം. പിക്ചർ ലേഔട്ട് ഒക്കെ മാറ്റി കൊടുക്കാവുന്നതാണ്. ഓക്കെ, ഇനി ഒരു അക്ഷരത്തിന്റെ ഒരു പാരഗ്രാഫിന്റെ ആദ്യത്തെ വേർഡ് വലുതായി കൊടുക്കണമെങ്കിൽ, ഇപ്പോൾ ഒരു ന്യൂസ് പേപ്പറിലൊക്കെ കാണാറില്ലേ, ഇന്ത്യൻ എക്സ്പ്രസ്സിലൊക്കെ കാണാറുണ്ട്, ഒരു അക്ഷരം മാത്രം വലുതായി കൊടുക്കുക. അതിന് ഇൻസേർട്ട് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഡ്രോപ്പ് ക്യാപ്പ് ഞെക്കുക, ഡ്രോപ്പ്ഡ് കൊടുക്കുക. ഇപ്പോൾ നിങ്ങൾക്ക് കാണാവുന്നതാണ് അതിൻ്റെ ആദ്യത്തെ അക്ഷരം മാത്രം വലുതായി കാണുന്നത്. ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിച്ചിരിക്കുന്നു. പുതിയൊരു ക്ലാസ്സുമായി വരുമ്പോഴേക്കും ബൈ ബൈ, സി യു.